പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് എന്ന്. കാരണം വീട്ടിൽ അത്രയും സംഭവങ്ങളുണ്ടായിട്ട് ബാലേന്ദ്രനോടൊന്നും പറയാതെ അവിടുന്ന് പോകാൻ നോക്കുമായിരുന്നല്ലോ അലീന. അത് ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പറയുന്നുണ്ട് ഇനി മേലിൽ ഇങ്ങനെ ചെയ്തേക്കരുതെന്ന്. എന്തായാലും അവിടുന്ന് അലീനയെ കൂട്ടി വീട്ടിലേക്ക് ബാലേന്ദ്രൻ ഒരുമിച്ചാണ് വരുന്നത്. ബാലേന്ദ്രൻ വന്നു കഴിയുമ്പം ഭരണമൊക്കെ ഏറ്റെടുത്ത് കമലയും ശിവനും എല്ലാവരും അവിടെയുണ്ട്. അവിടെ വരുന്ന ബാലേന്ദ്രൻ നേരെ പോയി ചൂലെടുത്തുണ്ടാട്ടോ എന്നെ. എന്നിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മകളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ നിനക്ക് ആരാടി അധികാരം തന്നത് എന്ന് ചോദിച്ച് കുറേ ചീത്ത പറയുന്നു. എന്നിട്ട് അടിക്കാൻ ചെല്ലുമ്പോഴേക്കും രക്ഷിക്കാനായിട്ട് ഹരി ഓടി ചെല്ലുന്നുണ്ട്. ആദ്യം അവൻ്റെ പുറം വഴി ഒരെണ്ണം കൊടുക്കും, അത് കഴിഞ്ഞ് കമലയ്ക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കുവാണ്. കമലയും ഹരിയൊക്കെ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അടി കിട്ടിയ പുറം തിരുമ്മിക്കൊണ്ടാണ് ഹരിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. അത് കഴിഞ്ഞ് ശിവൻ ഇറങ്ങി പോകുമ്പോൾ ശിവനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താൻ എന്തൊക്കെയാണ് എന്നോട് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇവിടെ കയറി വന്ന് എൻ്റെ വീട്ടിൽ കയറി വന്ന് ഈ തോന്നിയാവസം കാണിക്കാൻ തനിക്ക് യാതൊരു ഉളുപ്പും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആകെ നാണം കെട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അതുകൂടാതെ ബാലേന്ദ്രൻ ബബുദിയോടും രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട്, അച്ഛനെ ചതിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുമല്ലായിരുന്നോ? ഇവിടെ നിൽക്കുന്നവർ എന്നോട് കൂറ് കാണിക്കണം, അല്ലാത്തവർ ഈ വീട് വിട്ട് പോകുന്നതാണ് നല്ലത് എന്ന രീതിയിൽ സംസാരിക്കുമ്പം രോഹിത്തും ബബുദി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവർ പോകുന്നതിന് മുമ്പ് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പല വഴികളും കാണും, പക്ഷേ തിരിച്ചു കയറുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. പക്ഷേ അവർ നേരെ ബാഗൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങുവാണ്. കുഴപ്പമില്ല, നേരെ പോകുന്നത് കമലയുടെ അടുത്തോട്ടല്ലേ. 2 ദിവസം കഴിയുമ്പം കമലയുടെ ദുർമുഖം കാണുമ്പം തന്നെ തിരിച്ചു വന്നോളും. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ വൈജിയെ കയറി കാണുന്നുണ്ട് കേട്ടോ. വൈജിയെ ആകെ മുഖത്തിന് ഒരു ഭാഗം മൊത്തം മൂടിക്കിട്ടി വെച്ചേക്കുവാണ്. കാണുമ്പോൾ ബാലേന്ദ്രന് നല്ല വിഷമമാവുന്നുണ്ട്. പിന്നെ അലീന ഇങ്ങനെ പറയുന്നതും കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അലീന പറയുവാണ്, ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അപമാനം സഹിക്കേണ്ടി വന്നത് അച്ഛനാണ്. അച്ഛൻ എല്ലാ സത്യങ്ങളും വേണമെങ്കിൽ അമ്മയോട് തുറന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഒരിക്കലും അമ്മ അച്ഛൻ്റെ കൂടെ ജീവിക്കില്ല. ആ കുടുംബജീവിതം അതോടെ തകർന്നേനെ. അതുകൊണ്ട് എല്ലാ തെറ്റും അച്ഛൻ ഏറ്റുവാങ്ങുമായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ ഒരുപാട് അപമാനിക്കപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നതും കേൾപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ ആയിട്ട് കാണിച്ചത്.